Where love ends, law begins. എവിടെ സ്നേഹം അവസാനിക്കുന്നു അവിടെ നിയമം ആരംഭിക്കുന്നു. വീണ്ടും മലയാളിയുടെ വർത്തമാനകാലത്തിന് വർത്തമാനം കേരള സമിറ്റ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദൈവത്തിന്റെ പേരിൽ കൂട്ടിയോജിപ്പിക്കുകയും കുടുംബ കോടതിയിൽ നിയമത്തിന്റെ മുന്നിൽ പിരിയുകയും ചെയ്യുന്ന വിവാഹങ്ങൾ. വിവാഹമോചനങ്ങളുടെ എണ്ണത്തിൽ കേരളം 12 സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. മണിക്കൂറിൽ 5 വിവാഹമോചനങ്ങൾ നടക്കുന്ന സംസ്ഥാനം. എന്താണ് വിവാഹമോചനത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് അന്വേഷിക്കുകയാണ് കേരള സമിറ്റ് ഈ ആഴ്ച. മോചനം തേടുന്ന വിവാഹങ്ങൾ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഹബീബ ഹുസൈൻ, ഗുരുവായൂരപ്പൻ കോളേജ് അധ്യാപിക ഡോക്ടർ MG മല്ലിക, വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഫാദർ കുര്യൻ പുരമടം, പുരുഷാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി ശ്രീ ഗോകുൽ, ഒപ്പം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നൂർബിന റഷീദ്, കേരളം 1 മണിക്കൂറിൽ 5 വിവാഹമോചനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എണ്ണം കൂടുകയാണ്. 2015 കണക്കാണ്. ഏകദേശം 47,000 കേസുകളാണ് കഴിഞ്ഞ വർഷം തീർപ്പാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പിരിച്ചുവിട്ടത്. 50,000-ഓളം കേസുകൾ പെൻഡിംഗ് ആയി നിൽക്കുകയും ചെയ്യുന്നു. പെരുകാനുള്ള കാരണം എന്തായിരിക്കും? വിവാഹമോചന കേസുകൾ. മോചനം കാത്ത വിവാഹം, അതിനോട് ഞാൻ തീർത്തും യോജിക്കുന്നില്ല. വിവാഹം കഴിയുന്നവർക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്, വൈവാഹിക ജീവിതം നന്നായിരിക്കണം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വിവാഹത്തിൽ എല്ലാവരും എൻട്രി ചെയ്യുന്നത്. ഓരോരോ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഇപ്പം സ്ത്രീകൾ പഴയ പോലെ സഹിക്കാൻ തയ്യാറല്ല. പഴയ സ്ത്രീയല്ല. സ്ത്രീക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം സ്ത്രീ വിദ്യാഭ്യാസപരമായി മുന്നേറുന്നു, സാമ്പത്തികമായി സ്വയാശ്രിതം കൈവരിക്കുന്നു. ന്യൂക്ലിയർ ഫാമിലിയിലൂടെ വളരുന്നതോടുകൂടി സഹിക്കാനും മറക്കാനും പൊറുക്കാനും അറിയാതെ പോകുന്നു. അല്ല, ഈ സഹിക്കാനും മറക്കാനും പൊറുക്കാനും കഴിയേണ്ടവളാണോ സ്ത്രീ? അല്ല, അങ്ങനെ പറയുന്നല്ല. പക്ഷേ ഈ വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് 2 വ്യത്യസ്ത രക്ഷിതാക്കൾക്ക് ജനിച്ച് വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്ന 2 വ്യക്തികൾ വിവാഹം എന്ന കർമ്മത്തിലൂടെ യോജിക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട്. അത് പുരുഷനും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്, സ്ത്രീ മാത്രമല്ല. ഡോക്ടർ മല്ലിക, ആ കോംപ്രമൈസ് ചെയ്യാൻ കഴിയാതെ പോയതാണോ താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം? അഥവാ പരാജയമായിട്ട് താങ്കൾ അതിനെ പരാജയമായിട്ട് കാണുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എന്തിനാ നമ്മൾ പരാജയം എന്ന് പറയുന്നത്? ജീവിതം പരാജയമൊന്നുമല്ല. ജയപരാജയങ്ങൾ എണ്ണാൻ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി ജീവജാലങ്ങളിൽ ഒരാൾ മാത്രമാണ് നമ്മൾ. ഇപ്പം എനിക്കിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പരാജയപ്പെട്ടിട്ടാണോ നിങ്ങൾ എന്നെ വിളിച്ചെന്നുള്ള ചോദിച്ചു. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ജീവിതത്തിന്റെ വിജയവും പരാജയവും നമ്മളാ തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ച് ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ, സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നും ആ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ബഹുഭൂരിപക്ഷം ജനതയും അതിനെ അംഗീകരിച്ചൊന്നുമല്ല. അപ്പം ഞാൻ പറയണത്, സഹനത്തിനപ്പുറത്തേക്ക് കോപ്പറേഷൻ, സഹകരണം ഉണ്ടാവാം. നമ്മൾ 2 വ്യക്തികൾ, ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സഹകരിക്കുന്നു. കോപ്പറേഷൻ, സഹകരണവും കോംപ്രമൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സഹിച്ചുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ബന്ധങ്ങളിൽ സഹനമല്ല വേണ്ടത്, സഹകരണവും സ്നേഹവും ഉണ്ടാവേണ്ടത്. പലപ്പോഴും ഈ സഹകരണവും സ്നേഹവും അല്ലാതെ അടിമയുടമ ബന്ധത്തിൽ അധിഷ്ഠിത, ഞാൻ പറയും വിവാഹം എന്ന് പറയുന്ന ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കരാറല്ല. ശരിക്കും കരാറാവരുത്. ഒരു ബന്ധവും കരാറിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ ലാഭനഷ്ട കണക്കുകൾ വരും. പിന്നെ എന്ത് ചെയ്യുന്നു, പരസ്പരം ഹയറാർക്കി വരും. ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് കണ്ടീഷനല്ല. പല സ്നേഹങ്ങളും നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വാർത്ഥതയാണ്. സ്നേഹം എന്ന് പറയാൻ പറ്റൂല, കണ്ടീഷൻ സപ്ലൈ. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ എന്നെ നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടിക്ക് ഇത് കൊടുക്കുന്നു. ഞാൻ എൻ്റെ ഒരു വ്യക്തിയുടെ കൂടെ കുറെ വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, മീൻസ് 95 കല്യാണം കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 2015 ഡൈവോഴ്സ് ആവുന്നു. ഏകദേശം 20 വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കരാറിന്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ എത്ര വർഷം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ അവിടെ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും അതേസമയം വിയോജിപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വിയോജിപ്പുകൾ 2 വ്യക്തികൾ തമ്മിലുള്ള വിയോജിപ്പായി കാണുകയും ചെയ്യുന്ന സമയത്ത് 20 വർഷങ്ങൾ യഥാർത്ഥത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്, അഥവാ കോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പോവുകയാണോ ചെയ്തത്? ഞാൻ അങ്ങനെയൊന്നും, കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഈ നമ്മൾ കിട്ടുന്ന നമ്മുടെ മൂല്യബോധം
മൂല്യബോധത്തിന്റെ അകത്തുനിന്ന് ശരിതെറ്റുകൾക്ക് അകത്തുനിന്ന് പെട്ടെന്നൊന്നും പുറത്തു വരാൻ കഴിയില്ല. നമ്മൾ നിലവിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ള മൂല്യബോധത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, ശ്രമിക്കും. ഈ ശ്രമം എന്ത് ചെയ്യുന്നു, കുറെ കഴിയുമ്പോൾ പരാജയപ്പെടും എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കേസിൽ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, എല്ലാവരെയും അങ്ങ് കണ്ണടച്ച് സ്നേഹിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയും, കോംപ്രമൈസ് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്യുന്നു, വളരെ സബ്മിസീവ് ആവുക, അവളെ താഴെയാവുകയും എൻ്റെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് 0-ന് താഴെ പോവുകയും നെഗറ്റീവ് പോവുകയും ചെയ്തപ്പോൾ അതിഭീകരമായ സൂയിസൈഡ് ഡിപ്രഷനിലേക്ക് പോയ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നാച്ചുറലി എൻ്റെ ഒരു സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറുന്നത്. എൻ്റെ അടുത്ത് പറയല്ല ഞാൻ മരിക്കും എന്നുള്ള എനിക്ക് പൂർണ്ണമായി ഉറപ്പ് വന്നു. കാരണം ഞാൻ മരണത്തിൻ്റെ എത്രയോ ദിവസങ്ങൾ 15 വർഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലേ, കെയർ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്നോട് അടുപ്പുള്ള ഒരാളും കൂടിയാണ് എന്നെ സംബന്ധിച്ച്. കാരണം എൻ്റെ കുട്ടികൾക്ക് വേദന ഉണ്ടാവുന്നൊന്നും ഞാൻ ചെയ്യില്ല. ഹബീബ, കോംപ്രമൈസ് ആണോ കോപ്പറേഷൻ ആണോ കുടുംബത്തിൽ വേണ്ടത് എന്ന ചോദ്യം നമുക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചാൽ പോലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്രഷൻ്റെ അവസ്ഥയിൽ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ വിവാഹമോചനം എന്ന വാക്ക്, ആ മോചനം വിവാഹത്തിൽ നിന്നാണ്. മോചനം ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷകരമാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ സമൂഹം അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതിന് കാരണം എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിലെത്തുന്ന ക്ലയൻറ്റിനെ സ്വാഭാവികമായും അവരുടെ മെൻ്റൽ ഹെൽത്ത് എൻഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലയൻറ്റ്, എൻ്റെ മുമ്പിൽ വരുന്ന കപ്പിളിൽ ഒരാൾ, അവർക്ക് അവരുടെ വിവാഹബന്ധത്തിൽ അവർ ഡിപ്രഷനിലേക്ക് പോകുന്ന, വിഷാദത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം ഇത് ഒരു തരത്തിലും മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. അതിനുശേഷം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അങ്ങനെയാണെങ്കിൽ വിവാഹമോചനം എന്ന് പറയുന്നതായിരിക്കും അവരുടെ മെൻ്റൽ ഹെൽത്ത് എൻഷ്യൂർ ചെയ്യാൻ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. താങ്കൾ എടുത്തു വന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ കാരണം, ഏറ്റവും കൂടുതൽ ഫാക്ടേഴ്സ് ഈ വിവാഹമോചനത്തിന് കാരണമായത്, നിമിത്തമായത് എന്തൊക്കെയായിരിക്കാം? ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോളറൻസ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള യങ്സ്റ്റേഴ്സിന് കുറവാണ്. അതിനെ ഡോക്ടർ മല്ലിക തള്ളിക്കളഞ്ഞു. സഹനമല്ല വേണ്ടത്, കോപ്പറേഷൻ എന്നാണ് പറയുന്നത്. 20 വർഷം കൂടെ ജീവിച്ചത് സഹിച്ചിട്ടല്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. അയാളുടെ സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് പറ്റിയ പ്രശ്നം കൂടുതലായി നമ്മൾ സഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്. സഹിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ ആദ്യം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ സഹിക്കാൻ പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അയാളുടെ രീതിയിലേക്ക് വരാൻ വേണ്ടി. അത് സ്ത്രീ ആണെങ്കിൽ പുരുഷനാണെങ്കിൽ, ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് സ്ത്രീയുടെ മാത്രം പ്രശ്നമാണെന്നോ പുരുഷന്റെ മാത്രമാണ്. ഇതിന്റെ റേഞ്ച് ഡിഫറൻസ് ഉള്ള ഇടങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവർക്ക് വേറെ ഇടങ്ങൾ ഉണ്ടാവാം. അവർ മോശമായിട്ടല്ല, അവർക്ക് വേറെ ഇടങ്ങളോ വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുമ്പോൾ അവിടെയാണ് അവർ കൂടുതൽ എന്ത് സെക്യൂർഡ് ആവുക. ഇതല്ലാത്ത ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നു, കേരള സമിതി കഴിയുന്നതോടുകൂടി പിന്നെയും കൂടുതൽ വിവാഹമോചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരാൻ ഇടവരരുത് കേട്ടോ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പോസിറ്റീവാണ്. കാരണം എവിടെയാണെങ്കിൽ കേരളത്തില് നമ്മൾ കാണുന്ന വെച്ചാൽ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നുണ്ട്. മറ്റേത് തരത്തിലാണെങ്കിലും കേരളം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരിടത്ത് വിവാഹമോചനം കൂടുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. സഹിക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ ഈ കേരള സമിതി കണ്ട വിവാഹമോചനത്തിന് അപേക്ഷയുമായി പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടതൊരു ചോദ്യം കൂടിയുണ്ട്. അല്ല, വിവാഹമോചനം ലാസ്റ്റ് റിസോർട്ട്, അവസാനം. ഒരു രീതിയിലും ദാമ്പത്യ ബന്ധം തുടർന്ന് പോകാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ മാത്രമേ വിവാഹമോചനത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ എത്രയോ ഞങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റും. ഇന്നലെ എടപ്പാളില് ഒരു സ്ത്രീ 2 കുട്ടികളെ ഞെരിച്ചു കൊന്നിട്ട് മരിച്ചു. അത് വേറെ ഏത് കാരണം എനിക്കറിയില്ല. ഞാൻ പറയാം, ഫാമിലിക്കകത്ത് മരിക്കുക ചെയ്യുന്നത്. വേറെ എന്താ സിറ്റുവേഷൻ എനിക്കറിയില്ല. പിന്നെ ഇവിടെ കടൽപ്പുറത്ത് എന്ത് ചെയ്യുന്നു, വേറെയാണോ ഇല്ലയോ എന്ന് ആള് പറയുന്നതല്ല, നമുക്കറിയില്ല. അവരില്ല ഇവിടെ പറയാൻ. എന്തുകൊണ്ടാണ് പറയാനില്ല? നമ്മൾ കടപ്പുറത്ത് എന്ത് ചെയ്യുന്നു, ഒരു സ്ത്രീ കടലിലേക്ക് പോയി മരിച്ചു. നിങ്ങൾ പോണ വഴി ട്രെയിനിന്റെ അകത്ത് മരിച്ചു. കൂടെ ഉണ്ടാവുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇവരെ മനസ്സിലാക്കാൻ കഴിയും? നമ്മൾ പറയുന്നത് വിവാഹിതരല്ലാത്തവരെന്ത് ചെയ്യുന്നു, ഒറ്റപ്പെടുന്നതിരിക്കുക. ജീവിതത്തിലെ എല്ലാ ഭാഗത്തും ശാരീരികമായി മാനസികമായി ഒന്നിച്ച് നിൽക്കുന്ന ഇടങ്ങളിൽ ചിലർ എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പോകുന്ന സമയത്ത് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് പരാജയപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ടോളറൻസ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ടോളറൻസ് ആണ്. അതൊരിക്കലും ഒരാളുടെ എല്ലാ ചീത്ത ചെയ്തികളും ഒക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള. ഗോകുൽ ഒരു വേഷം കൂടെ കേൾക്കാം. ഗോകുൽ, നമ്മൾ പലപ്പോഴും സ്ത്രീ പീഡനം എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഈ പുരുഷ പീഡനം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് പറഞ്ഞു തന്നായിരിക്കും. ഇതങ്ങനെയല്ല. ഈ ജീവിതം തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ്. ഞാനൊരു ഹിന്ദിയിലൊരു ശ്ലോകം പറയാം. മുക്ത് കർദേ
മുക്ത് കർദേ ഹേ പ്രഭു മുझे മേരി ഹി അഭിശാപ് സേ. അതായത് എൻ്റെ തന്നെ ശാപത്തിൽ നിന്ന് എന്നെ മോചിക്കണം. വിവാഹമോചനം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ എന്തൊക്കെയോ ബാഗേജസ്, നമുക്ക് കുറേ വാല്യൂ സിസ്റ്റംസ് ഉണ്ട്, മൂല്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അത് കാരണം മറ്റേ ആളുടെ പാർട്ട്ണറിൻ്റെ മൂല്യങ്ങളും വിശ്വാസങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. നമ്മൾ പണ്ട് തൊട്ടേ ന്യൂക്ലിയർ ഫാമിലിയിൽ വളർന്നു. കെയറിങ്ങും ഷെയറിങ്ങും ഒന്നും ഇല്ല നമുക്ക്. ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 പേരുണ്ടെങ്കിൽ പൊട്ടിച്ചു കൊടുക്കാനൊന്നും നമ്മൾ നോക്കില്ല. ആ ബിസ്ക്കറ്റും കൊണ്ട് ഓടുക ചെയ്യുക. അപ്പോൾ എപ്പോഴും നമുക്ക് വേണം. ഒരു കാര്യം വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കൾ തന്നെ നമ്മളങ്ങനെ മോൾഡ് ചെയ്തിട്ടുള്ളത്. വിവാഹം കഴിയുമ്പോഴും അതൊന്നും മാറുന്നില്ല. എൻ്റെ വാശി, എൻ്റെ മുയലിന് 3 കൊമ്പല്ല 5 കൊമ്പുണ്ട്. ഫാദർ കുര്യൻ, നോക്കൂ, ഈ വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകൾ നടത്തുന്ന ഏറ്റവും ആരോഗ്യകരമായി നടത്തുന്ന ഒരു സമുദായമുണ്ട്, ക്രിസ്ത്യൻ സമുദായം. പക്ഷേ ഈ പറയുന്നത് പോലെ ന്യൂക്ലിയർ ഫാമിലിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ കൗൺസിലിംഗ് പോലും മതിയാവുന്നില്ല. വിവാഹമോചന കേസുകൾ പെരുകുകയാണ്. ഫാമിലിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അരുണ് നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം കറക്റ്റാണ്. അതേ സമയത്ത് അത് ഈ ഡിവോഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലീഗൽ ഡിവോഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേ സമയത്ത് അതിൻ്റെ 4 ഇരട്ടിയാണ് ഇമോഷണൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ സോഷ്യൽ പ്രഷർ കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ കുടുംബ സംവിധാനത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പുറത്തു വരാത്ത എണ്ണമെന്ന് പറയുന്നത് ഇതിൻ്റെ 4 ഇരട്ടിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത്? എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ കൗൺസിലിങ്ങിൽ മറ്റ് എക്സ്പീരിയൻസിൽ മനസ്സിലാവുന്നത്, ഒരു പവർ സ്ട്രഗിള് ഈ ദമ്പതികളുടെ ഇടയിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പവർ സ്ട്രഗിളിനെ, അതായത് ഹസ്ബൻഡ് ഡോമിനൻസ് അല്ലെങ്കിൽ വൈഫ് ഡോമിനൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറി ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇപ്പോൾ എല്ലാവരും സൂക്ഷിക്കുന്നത്. ഹസ്ബൻഡ് ഡോമിനൻസ്, ഇപ്പോൾ നമ്മുടെ കൾച്ചർ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇത് പാട്രിയാർക്കൽ കൾച്ചറാണ്. എന്ന് പറഞ്ഞാൽ പുരുഷൻ അപ്പർ ഹാൻഡിലുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ ശരിയായ സംസ്കാരമല്ല. അപ്പോൾ ശരിയായ സംസ്കാരമല്ല എന്നങ്ങ് കരുതുന്നില്ലേ? അങ്ങനെ കരുതാം. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്, ഞാൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ കിട്ടിയിരിക്കുന്ന നിരവധിയായ കേസുകളുടെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു അപ്പർ ഹാൻഡ് നിലനിൽക്കുമ്പോൾ സ്ത്രീ ഇവിടെ എത്രമാത്രം കഴിവുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും സ്ത്രീ ഇവിടെ ഡിപ്പെൻഡൻ്റ് ആവുകയും പുരുഷൻ എന്തൊക്കെ കഴിവില്ലെങ്കിലും ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയും ചെയ്യുന്നതാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന ഒരു വലിയ സ്ട്രഗിൾ ഉണ്ട്. കാരണം ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡിപെൻഡൻസിലേക്ക് നീങ്ങാൻ നോക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് പുരുഷനും സ്ത്രീക്കും സമതുല്യതയോടുകൂടി അതിനെ മനസ്സിലാക്കാൻ, നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ കോംപ്രമൈസിനൊക്കെ അപ്പുറത്ത് ഞാൻ കണ്ടെത്തുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പ്രധാനപ്പെട്ട കാര്യം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ കുറവ് സംഭവിക്കുമ്പോൾ ഈ അപ്പർ ഹാൻഡ് കൂടുകയും ഇത് തമ്മിലുള്ള ബാലൻസിങ് നടക്കാതെ വരികയും ചെയ്യുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ആ ഇൻഡിപെൻഡൻസി വർദ്ധിക്കുമ്പോൾ അതിനെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് പക്വതയോടുകൂടി മനസ്സിലാക്കാൻ പുരുഷനും ഈ കൾച്ചറിനുള്ളിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീ സ്വതന്ത്രയാവുന്നു എന്നതിൻ്റെ സൂചനയാണോ യഥാർത്ഥത്തിൽ പെരുകുന്ന വിമോചന കേസുകൾ? അന്വേഷിക്കുകയാണ് കേരള സമിറ്റ്. മോചനം കാത്ത് വിവാഹങ്ങൾ. ടോളറൻസ്, കോംപ്രമൈസ്, അണ്ടർസ്റ്റാൻഡിംഗ്. വിവാഹത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇത് തന്നെയാണോ പ്രധാനപ്പെട്ട കീവേഡ്സ്? വിവാഹമോചനം തടയപ്പെടേണ്ടതാണെന്ന ധാരണ നിലവിലുണ്ടോ? നൂർബിന പറഞ്ഞ ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ കേരള സമ്മിറ്റ് കാരണം പെൺകുട്ടികളും പുരുഷന്മാരും വിവാഹ ബന്ധം വേർപെടുത്തി പോകുമെന്നൊരു അഭിപ്രായം നമുക്കില്ല. പക്ഷേ എങ്കിലും ഈ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നതിൻ്റെ സൂചനയായി അതിനെ കണക്കാക്കാൻ നേരത്തെ ഫാദർ പറഞ്ഞതിൻ്റെ ഭാഗമായി സ്ത്രീക്കൊരു ഡൊമിനൻസ് ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷ മേധാവിത്വ സമൂഹത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സ്ട്രഗിളാണത്. യെസ്, ഞാൻ പറയുന്നത്, ഞാനൊരു വിവാഹമോചനത്തിന് എതിരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹത്തിലെ ഈ വിവാഹമോചനത്തോടു കൂടി നഷ്ടപ്പെടുന്നത് ആർക്കാണ്? കുട്ടികൾക്കാണ്. ഇവിടെ വേറൊരു തലമുറ വളർന്നു വരികയാണ്. ഈ പ്രത്യേകിച്ച് കോറൽസം പാരൻസിൻ്റെ മക്കള്. നമ്മൾ ഓരോ ഇപ്പോഴത്തെ ലഹരിക്ക് അടിമമാകുന്ന കുട്ടികളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, അവരുമായി നമ്മൾ സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ, പിന്നെ സാമൂഹ്യ വിരുദ്ധരായി മാറുന്നവരുടെ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ, ഒക്കെ അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തെറ്റിയത് കുറേ ഉണ്ടാകും, കുറേ കോറൽസം പാരൻസിന്റെ മക്കളായിരിക്കാം. നമ്മുടെ മക്കളെ അപ്പോഴും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന കുട്ടികളെ വളർത്താൻ വേണ്ടി അപ്പോഴും ഞാനൊക്കെ ഒരുപക്ഷെ ആ പഴയ കാലഘട്ടത്തിന്റെ വക്താവായതുകൊണ്ടായിരിക്കാം ഞാനൊക്കെ എൻ്റെ മുന്നിൽ എത്തുന്ന ഒരുപാട് പേരെ 2 എക്സാമ്പിൾ ഇപ്പം എൻ്റെ മുന്നിലും ഈ ലേറ്റസ്റ്റ് നടന്നത്
കോടതി മുഖാന്തരം വിവാഹമോചനം നടന്ന ഒരു കേസിൽ സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്ത കേസ് കോടതി എൻ്റെ മുന്നിൽ മീഡിയേഷൻ അയച്ചു. ഞാൻ ഇവരെ രണ്ടുപേരുമായുള്ള സംസാരത്തിലൂടെ അവരെ രജിസ്റ്റർ 2 കൊല്ലം ജീവിച്ചു, കോടതി മുഖാന്തരം വിവാഹമോചനം നടന്ന് 4 കൊല്ലം സെപ്പറേറ്റഡ് ആയി ജീവിച്ചു. ഇന്നിപ്പോൾ 2 വർഷമായി അവർ രജിസ്റ്റർ മാരേജിലൂടെ നല്ല ദമ്പതികളായി ജീവിക്കുന്നു. മറ്റൊരു കേസ് ഇതേപോലെ തന്നെ വിവാഹമോചനം കഴിഞ്ഞത് റീമാരേജ് ചെയ്ത് നന്നായി ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എവിടെയോ എന്തോ ലഭിക്കുന്നില്ല. അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ, അവരെ കേൾക്കാൻ, അവരുമായി ചർച്ച ചെയ്യാൻ, അവരോ നമുക്കറിയാം. ഇപ്പം ചിലപ്പം എല്ലാം എനിക്കറിയണമെന്നില്ല. ഞാൻ ഒരാളോട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ ദോഷങ്ങൾ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അത്തരം വേദികൾ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പാരൻസ് എന്ന് വെച്ചാൽ കുട്ടികളെ വിരലിൽ എണ്ണാവുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് എല്ലാം നൽകിയിട്ടാണ് വളർത്തി വലുതാക്കുന്നത്. നമുക്കതിലേക്ക് വരാം. മല്ലിക, കുട്ടികളെ കരുതി നിങ്ങൾ പിരിയരുത് എന്ന് മുതിർന്നവരുടെ ഉപദേശം കിട്ടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മല്ലിക എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിലേക്ക് വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചു വീണതല്ല. സ്വയം കുട്ടിക്കാലം മുതൽ എല്ലാ രീതിയിലേക്കും എന്ത് ചെയ്യുന്നു, വളരെ സ്വന്തമായിട്ട് പണിയെടുത്ത് ഒരു നാട്ടും പുറത്ത് കൃഷിയും പശുവിനെ വളർത്തലും ആ രീതിയിലേക്ക് വളർന്നു വന്നതാണ്. അതിൻ്റെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യുന്നു, എന്നെ സംബന്ധിച്ച് ഞാൻ വളർന്നത് ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. എന്നെ സംബന്ധിച്ച് എന്നെ മോൾഡ് ചെയ്തതായിരിക്കും. അവിടെ ജാതീയതയും അതൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അവരുടെ പേരിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിലും വളരെയധികം സെക്യുലർ ആയിട്ടുള്ള ജെൻഡർ ഡിഫറൻസും അത്ര ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ പണികളും പഠിച്ചിട്ടാണ് വളർന്നു വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ, എൻ്റെ അമ്മ അച്ഛൻ്റെ 3ാമത്തെ ഭാര്യയായിരുന്നു. എൻ്റെ അമ്മ ഡൈവോഴ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം 90 വയസ്സായ എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മ ആദ്യം കല്യാണം കഴിച്ചു കൊണ്ടുപോയി. കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയാം എന്താ വെച്ചാൽ തീരെ യോജിക്കാൻ പറ്റിയില്ല, ഒട്ടും ഇഷ്ടപ്പെടാൻ പറ്റിയില്ല. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, അമ്മ തീരുമാനിച്ചു. അമ്മയ്ക്ക് അച്ഛനില്ല. അമ്മയുടെ അച്ഛൻ, അതിൻ്റെ അകത്ത് കഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്നത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ അന്ന് ഇതിനേക്കാൾ എംപവേർഡ് ആയിരുന്നു സ്ത്രീകൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അമ്മയുടെ അമ്മയും അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള വീടൊന്നും ആയിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അമ്മ അവിടെ നിന്ന് അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു ഞാൻ പൊന്മോതിരം തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ നടന്നു. അമ്മ പറഞ്ഞു നിങ്ങൾ എന്ത് തന്നിട്ടും കാര്യമില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കുകയും പിന്നെ 2ാമത്തെ വിവാഹം കഴിച്ചപ്പോൾ അച്ഛൻ്റെ 3ാമത്തെ ഭാര്യയായിട്ടാണ് എൻ്റെ അമ്മ വരുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയും ഈ അച്ഛൻ്റെ ആദ്യം ഡൈവോഴ്സ് ചെയ്ത ഭാര്യയും നല്ല കമ്പനിയായിരുന്നു. ഞങ്ങളിപ്പോഴും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എക്സമ്മയുടെ വീട്ടിൽ ആ അമ്മ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവിടെ കൂട്ടിന് കിടക്കാൻ പോകാറുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയായിട്ട് തന്നെയാണ് ഇവരുടെ മകളെ കണ്ടിട്ടുള്ളത്. അവരായിട്ട് നല്ല ബന്ധം ഇപ്പോഴും പുലർത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം വളരെ സ്വാർത്ഥമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളിപ്പം ഫാമിലിയിൽ നൊർബീന റഷീദ് പറഞ്ഞു ഈ കുട്ടികൾ ക്രൈമിൽ പോകുന്നുണ്ട്. നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്ക്. ക്വാറൽസം ഫാമിലീസ് ഡൈവോഴ്സ് ആയിട്ടല്ല, അവർ എന്നെ ഇമോഷണലി ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ഫാമിലിയിലാണ്. അവിടെ എന്തുകൊണ്ട് ഇതാണ് ഇഷ്യൂ. എൻ്റെ മകനും മകൾക്കും കൃത്യമായിട്ട് അറിയുന്ന സമയത്താണ്, മകൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഡൈവോഴ്സ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മകൻ എന്നോട് പറഞ്ഞ അമ്മയെ ഞങ്ങൾക്കറിയാം, അമ്മ ഞങ്ങൾക്ക് അഭിമാനമാണ്, പക്ഷെ അച്ഛൻ അത്രയല്ലേ അമ്മയെ പറ്റൂ. ഈ പറയണ ഞാൻ ഒരു 2003-2004 വരെ ഞാൻ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. വീട്ടിൻ്റെ അകത്ത് നല്ല ഭാര്യയായി ജോലിക്ക് പോവുകയും തിരിച്ച് വീട്ടിൽ വരികയും കുട്ടികളെ നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അതിനുശേഷം നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പുറത്ത് വരുന്ന സമയത്ത് എനിക്ക് അത്രമാത്രം സുഖകരമായിട്ട് പോകാൻ പറ്റില്ല. അത് ആരുടെയും കുറ്റമല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സോഷ്യൽ സിസ്റ്റം ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം. വളർത്താൻ വേണ്ടി സഹിച്ച് ജീവിക്കണം എന്ന് എവിടെയും പറയുന്നില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ഡിപ്പെൻഡന്റ് ടു ഈച്ച് അതർ ആണ്. ഞാൻ എൻ്റെ മുന്നിലെത്തുന്ന വിവാഹമോചനവുമായി ആവശ്യപ്പെട്ട് എൻ്റെ മുന്നിലെത്തുന്ന ഒരു കക്ഷിയെ പോലും ഞാൻ ഒരു 2-3 മണിക്കൂറുകൾ 2-3 ദിവസങ്ങൾ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷമേ വിവാഹമോചനത്തിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. ശരിയാണ്, വിവാഹമോചനം നേടിയാൽ നല്ല സ്വാതന്ത്ര്യം കിട്ടും. അതിൽ ദുഃഖിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്. എൻ്റെ മുന്നിൽ ദിവസം പ്രതി അത് അനുഭവിച്ച ഒരാളാ. കാരണം ഞാൻ പറയുന്നു അതിന് കാരണം എന്താ നിലവിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഈ ഫാമിലി, ഈ പറയുന്ന നമ്മളറിയാം നമ്മളുടെ ഈ കുടുംബം എന്ന് പറയുന്ന ഈ നിലവിലുള്ള ഈ സംവിധാനത്തെ നിലനിർത്താൻ പാകത്തിലുള്ള പശ്ചാത്തല സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതല്ലാത്ത രീതിയിലേക്ക് കുട്ടികളാണെങ്കിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അച്ഛനും അമ്മയും ഒന്നിച്ചു വരിക സ്വാഭാവികമായിട്ടും വേണ്ടതാണ്. പക്ഷെ പറ്റുന്നില്ലെങ്കിൽ, ചില കേസസിലൊക്കെ ഈ പറയുന്ന രീതി പറ്റുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സോഷ്യൽ സിസ്റ്റം അല്ല. രണ്ടാമത് കുട്ടികളുടെ അവകാശം സംരക്ഷിക്കപ്പെടാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സഹിച്ച് ജീവിക്കുക എന്നുള്ളതിനോട് എനിക്ക് കുറച്ചും കൂടി ഒരു വിയോജിപ്പാണുള്ളത്. കാരണം
വിവാഹമോചനത്തിലേക്ക് പോകുന്ന കേസുകളിൽ ചിലതിലൊക്കെ അല്ലെങ്കിൽ മിക്ക എണ്ണത്തിലും ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്, മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമൂഹിക വിരുദ്ധ രൂപത്തിലുള്ള ഇതിലേക്കൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതുകൊണ്ട് അവര് കുട്ടികൾക്ക് വേണ്ടി സഹിച്ചു നിൽക്കുന്നതിലൂടെ ഒരിക്കലും കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എൻഷുർ ചെയ്യുന്നില്ല അവര്. അവിടെ ഒരർത്ഥത്തിലൊക്കെ നല്ലത് കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എൻഷുർ ചെയ്യാൻ ഇറ്റ്സ് ബെറ്റർ. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് കുറച്ച് നാൾ മാറി താമസിക്കാം. അതേ രൂപത്തിൽ കുട്ടികൾക്ക് രണ്ട് പാരന്റും രണ്ടുപേരായിക്കൊണ്ട് നിന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എൻഷുർ ചെയ്യാനാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ നോക്കേണ്ടത്. ആ കുട്ടികളെ വെച്ചിട്ടാണ് ഫാമിലി കോടതികളിൽ ഈ വാശിയുള്ള പാരന്റ്സ് കസ്റ്റഡിക്ക് വേണ്ടി കൊടുക്കുമ്പം ഞാൻ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാവം കുട്ടികളെ കോടതികളിലേക്ക് വലിച്ചിഴക്കുകയാണ്. ആ കുടുംബം നിലനിൽക്കുന്നത് സ്നേഹമില്ലാത്ത, കുട്ടീനെ സ്നേഹിക്കാത്ത, കുട്ടിക്ക് വേണ്ടി ബാർഗൈൻ നിലനിൽക്കണം എന്നുള്ള ചോദ്യമുണ്ട്. ഫാദർ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് രണ്ടാം ഘട്ടത്തിൽ എടുത്ത വിഷയം ഇതാണ്. കുട്ടികൾക്ക് നഷ്ടമാകുന്നു അവരുടെ ബാല്യം, അവരുടെ നല്ല പേരന്റിംഗ് കൊടുക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് വിവാഹമോചനത്തിലേക്ക് പോകരുത് എന്ന് പറയുന്ന ആർഗ്യുമെന്റിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവർ പറയുന്ന ഇതെന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിന്നുള്ള ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കുട്ടികളുടെ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കുട്ടികളൊക്കെ രണ്ടാമത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ, ഞാൻ എൻ്റെ ഒരു സൈക്കോളജിക്കൽ ടൈമിൽ പറഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് ട്രയാങ്കുലേഷൻ ഇൻ സൈക്കോളജി. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് അല്ലെങ്കിൽ, അത് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ അതാകണമെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ പറയുമ്പോൾ ഞാൻ പറയും, അതായത് ഇതിനു മുമ്പ് വിവാഹത്തിന് മുമ്പ് നമ്മുടെ പോലുള്ള ഈ ഹരിബറിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ട് എന്താണ് ഒരു ഭർത്താവ് എന്താണ് ഭാര്യ എന്ന് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടും ചെയ്യുന്നതിലേ അറിവുണ്ടാവുള്ളൂ. ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ വരുമ്പോൾ മൂന്നാമതൊരിടം കണ്ടെത്താൻ ശ്രമിക്കും. ദാറ്റ് ഈസ് കോൾഡ് തേർഡ് പ്ലേസ് ഓർ ട്രയാങ്കുലേഷൻ ഇൻ സൈക്കോളജി. അപ്പോൾ എന്താ സംഭവിക്കുക, ഭാര്യയും ഭർത്താവും കറക്റ്റ് അല്ലെങ്കിൽ ഒരാൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് വന്നാൽ മൂന്നാമത്തെ ഇടപെടെ കണ്ടെത്തി. അല്ലെങ്കിൽ ആൽക്കഹോളിലാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും, ചിലർ സോഷ്യൽ വർക്ക് ആയിരിക്കും, ചിലർ ചാരിറ്റി ആയിരിക്കും, എല്ലാം അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ കിട്ടാത്തത് എന്തോ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അതിലേക്ക് കൂട്ടുന്ന ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം. പിന്നെ എനിക്ക് വേണ്ട മുമ്പിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാമിലി ഓഫ് ഒറിജിൻ ഒരുപാട് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, ആവശ്യമില്ലാതെ ഒരുപാട് ഇടപെടുന്നു. ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് കേസുകളിലൊക്കെ വരാം. നോക്കൂ, മിക്ക കേസുകളും ഞങ്ങൾ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസ്, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നിരന്തരമായ ഇടപെടൽ ഉണ്ടാവുന്നു. ഈ ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നിരന്തരമായ ഇടപെടൽ ഉണ്ടാവുന്നു സ്ത്രീക്ക് എന്ന് പറയുന്നത് പോലെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന്, ഒറ്റ മകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് ഇടപെടലുകൾ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നശിപ്പിച്ച ദാമ്പത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതാണ് മിക്കതും സംഭവിക്കുന്നത്. പെൺകുട്ടികൾ മാത്രമായിട്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാൻ സ്നേഹം എന്ന വ്യാജേന ഇവരുടെ പിന്നാലെ ജീവിതം വിടാതെ പിന്നാലെ പോകുന്ന മാതാപിതാക്കൾ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. സമൂഹത്തിലേക്ക് എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം മുതിർന്നവരാണ്, സ്ത്രീക്കും പുരുഷനും എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കാം, എല്ലാം നല്ല അഹങ്കാരികളാണ്, അതൊന്നും പ്രശ്നമല്ല. ഇനിയുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, അത് ഗോകുലെ ഞാൻ അല്പം പേഴ്സണൽ ആവുന്നതുകൊണ്ട് തോന്നുന്നു. അതായത് ഈ അഹങ്കാരി എന്നൊരു വാക്ക് വന്നോണ്ട, ഈ പെൺകുട്ടികൾ അഹങ്കാരികളായി രണ്ടുപേരും നമ്മൾ സാധാരണ പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ പെൺകുട്ടികൾ അഹങ്കാരികളായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട്, രണ്ടുപേരും അഹങ്കാരികളാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളുടെ മാനസിക സ്ഥിതി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ടോയ് ഷെയർ ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ കസിൻസ് വന്നു കഴിഞ്ഞാൽ ഒരു പന്ത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. 10 കസിൻസ് ഉണ്ടെങ്കിൽ 10 പന്ത്. ഇവരെന്തിനാ ഈ പന്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. 10 പേരും പന്ത് പിടിച്ചിങ്ങനെ നിൽക്കുക, ആരും പന്ത് കളിക്കണില്ല. എന്താ വെച്ചാൽ എൻ്റെ പന്ത് കേടാവും അല്ലെങ്കിൽ ഇത് കല്യാണം കഴിച്ചാലും മാറൊന്നുമില്ല. ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട്, ഇപ്പോൾ ഞാൻ സ്വാർത്ഥനായിരുന്നു, കല്യാണം കഴിയുന്നതോടുകൂടി ഞാൻ വിശാലമനസ്കനാവും, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ആദമും ഹവയും ആദ്യമായി ഒരുമിച്ച് ജീവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു പഴത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ദൈവം അവരെ പുറത്തേക്കാക്കുന്നു. അവിടെ ഒരു ന്യൂനത, ഫിസിക്കലി ഓർ മെന്റലി ഉള്ള ഒരു സ്ത്രീകളുടെ ഒരു ന്യൂനത കാണിക്കുന്നു. അപ്പോഴും ദൈവം ചെയ്തൊരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് ടു ഹിയറിംഗ്, നാച്ചുറൽ തിയറി എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമ്മളിവിടെ ലോ പഠിക്കുന്ന സമയത്ത്, ഫാമിലി ലോ പഠിക്കുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഫാമിലി ലോ ഓക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അഡൾട്ടറി, ഡെസേഷൻ എന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോഴും അവിടെയും നമ്മളൊരു ഓപ്ഷൻ കാണാം, ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. 2 വർഷത്തോളം തോന്നുന്നു
ഓക്കെ, ജുഡീഷ്യൽ സെപ്പറേഷൻ, അവിടെയും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ഒരുമിക്കാനുള്ള ഒരു ഓപ്ഷൻ കോർട്ട് വരെ കൊടുക്കുന്ന സമയം. ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്പരം ആദ്യം എല്ലാവരും പറഞ്ഞ ഒരു പോയിന്റിലേക്ക് എത്താൻ പോവാണ്. പരസ്പരം അംഗീകരിച്ചു കൊടുക്കുന്നില്ല, ചില സമയങ്ങളിൽ പൊരുത്തപ്പെടുന്നില്ല, പൊസസീവായി പോകുന്നു. മിഡ് നൈറ്റിൽ മെസ്സേജ് വരുമ്പോൾ ആരുതാണെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഭർത്താവ് ഒന്ന് പുറത്തു പോയി കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ മെസ്സേജിലേക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ അവിടെ സംശയം എന്ന് പറഞ്ഞൊരു സംഭവം പുറത്തു വരുന്നു. ഓക്കെ, ഈ സംശയം മനസ്സിലിട്ട് നടക്കുന്ന കുറേ യുവാക്കൾ ഞാൻ അവളോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും, അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനൊരു ചീത്ത ആളാന്ന് വിചാരിക്കും എന്ന് ചോദിക്കുന്ന കുറേ ഭർത്താക്കന്മാരും ഇതുപോലെ ചിന്തിക്കുന്ന കുറേ ഭാര്യമാരും അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഡിവോഴ്സിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് പറയാനുള്ള ഒരു സ്പേസ് വീട്ടിലില്ല. അത് കുട്ടികൾക്കായാലും ശരി. ഇപ്പൊ വീട്ടിനകത്തൊരു ഈ പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളാണെങ്കിലും അവരുടെ പങ്കാളി രാത്രി 12 പങ്കാളി തന്നെ വേണമെന്നില്ല, കാമുകിയാണെങ്കിലും കാമുകിയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സേജ് വന്നാൽ അത് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ? തീർച്ചയായും. അതിനാണല്ലോ നമ്മൾ മനുഷ്യന്മാരെന്ന് പറയാ. മനുഷ്യനായ എല്ലാവർക്കും ഈ ആകാംക്ഷ ഉണ്ടാവും. അത് പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണല്ലോ. എന്താണ് യഥാർത്ഥത്തിലുള്ള വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ? പലതും യഥാർത്ഥമാണോ അതോ വ്യാജനാണോ? ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് കേരള സമിതി ഭാഗത്ത്. റുബിന റഷീദ്, നമുക്കൊരു പോയിന്റ് ചെയ്തു പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോചനത്തിന്റെ കാരണമായി ഈ വനിതാ കമ്മീഷനുകളിലെ നിരവധി കേസുകൾ വന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഈ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് രണ്ട് സൈഡിലും വല്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ മണി ഈസ് എ ഫാക്ടർ, ഡൗറി ഈസ് എ ഫാക്ടർ. ഡൗറി ഇപ്പോഴും വളരെ വലിയൊരു വളരെ വലുതാണ്. ഡൗറി പ്രോഹിബിഷൻ ആക്ട് ഒക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എല്ലാ പുരുഷന്മാരും കല്യാണം കഴിക്കുമ്പോൾ അവളിൽ നിന്ന് അവൾ ഇന്നത് കൊണ്ടുവരും, അല്ലെ പുരുഷന്റെ വീട്ടിലെ ആൾക്കാരും. ഒരുപാട് കേസസ് അങ്ങനെ ഉണ്ട്. അമ്മായി അമ്മയാണെങ്കിലും നാത്തൂനാണെങ്കിലും ഒക്കെ തന്നെ നീ മെലിഞ്ഞവളാണ്. ഇപ്പൊ സൗന്ദര്യം ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. കാണാൻ പോയി പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യ രാത്രി വരുമ്പം അവനോ തോന്നും അയ്യോ ഇവള് പോരല്ലേ, അവൾക്ക് തോന്നും. ഞാനും ബാലൻസിങ് ആയിട്ടാ പറയുന്നത് കേട്ടോ, ഒരു സ്ത്രീയോ പുരുഷനോ എന്നല്ല. പല സ്ത്രീകൾക്കും തോന്നും അയ്യോ ഇവൻ എനിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, എൻഗേജ്മെന്റ് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? ഇപ്പൊ നമ്മുടെ ഇടയിൽ ഭയങ്കര പരക്കെ വരുന്നുണ്ട്. എൻഗേജ്മെന്റ് കഴിയുന്നു, ഉറപ്പിച്ചു വെക്കുന്നു, തെറ്റിപ്പോകുന്നു. അപ്പം നമ്മുടെ വിവാഹം നമ്മുടെ പാർട്ട്നേഴ്സിന്റെ കോൺസെപ്റ്റ് പണ്ടുണ്ടായ പോലെയല്ല. നമ്മളിപ്പം നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രമാണ് നമ്മൾ സമൂഹത്തിലേക്ക് കൈമാറുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ സൂക്ഷിച്ചു വേണം കൈമാറാൻ. ഈ വളർന്നു വരുന്ന തലമുറകൾക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രം നമുക്കതിലേക്ക് വരാം. അതിനുപ കൺസെപ്റ്റ് ആണ്, അഥവാ ഈ പങ്കാളിയെ കുറിച്ചുള്ള തങ്ങളുടെ അനുമാനങ്ങൾ തെറ്റുന്നതാണ് വിവാഹമോചനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഏറ്റവും പറയല്ലേ. പിന്നെ കുറെ കാര്യങ്ങൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ വളർന്നു വരുന്ന സാഹചര്യം, ഈ വിവാഹത്തിന് മുമ്പ് നേരത്തെ ഫാദർ പറഞ്ഞു, നമ്മൾ എപ്പോഴും തുടക്കം കുറിക്കേണ്ടത് എവറി ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അല്ല, നമ്മൾ ചെറുതന്നേ വളരണം. ഒരു പ്രീ മാരിറ്റൽ കൗൺസിൽ, ഇതാ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു 2 മാസം കോഴ്സ് ഒന്ന് പോകാം എന്ന് വിചാരിച്ചാലൊന്നും മാറാവുന്നതല്ല. നമുക്ക് ഇനിയെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കാം. അടുത്ത തലമുറകളിലേക്കെങ്കിലും നല്ല രീതിയിലുള്ള, ഇപ്പം വൈവാഹിക ബന്ധം മാത്രമല്ല ഇതിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഈ ടോളറൻസിനെ പറ്റി പറഞ്ഞു. ഇവിടെ ടോളറൻസ് വേണ്ടെന്നാണോ പറയുന്നത്? ഹബീബ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ താങ്കളുടെ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് താങ്കൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? ഫീമെയിലിന്റെ ഇൻഡിവിജ്വാലിറ്റി, വൈഫിന്റെ ഇൻഡിവിജ്വാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഫാമിലിയുടെ ഓവർ ഇൻവോൾവ്മെന്റ്, ബോത്ത് മെയിലിന്റെയും ഫീമെയിലിന്റെയും ഓവർ ഇൻവോൾവ്മെന്റ്. ദെൻ ഫീമെയിൽ ഡോമിനൻസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഡോമിനൻസ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് സ്ത്രീയുടെ മാത്രം ഒരു ഇഷ്യൂ ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ വിവാഹം കഴിച്ചില്ല, പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നെങ്കിൽ അവർ പിരിയുമായിരുന്നു പല കേസുകളും. പ്രണയിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പ്രണയബന്ധങ്ങളും ഫെയിലർ ആവുന്നത്? പ്രണയിക്കുന്ന സമയത്ത് ഒരിക്കലും 2 പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും യഥാർത്ഥ രൂപം കാണിക്കില്ല. വിവാഹം കഴിയുന്നതോടുകൂടി രണ്ടുപേരും മനസ്സിലാവും ഇത് ഇവളെന്റെ സ്വന്തമായാലും ഇതിവൻ എന്റെ സ്വന്തമായാലും എനിക്ക് എന്റെ തനിനിറം പുറത്തു വരാം. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയ ഒരു ചോദ്യം ഫാദറിനോട് ചോദിക്കുകയാണ്. വിവാഹം കഴിക്കാതെ ഇവർ നിരന്തരമായി പ്രണയിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ ഈ വിവാഹമോചന കേസുകളിൽ പകുതിയിൽ താഴെ റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നുള്ളൂ. യൂറോപ്യൻ കൺട്രീസിലൊന്നും വിവാഹമോചനങ്ങൾ ഉണ്ടാവില്ല, ഇങ്ങനെ ആവില്ലായിരുന്നു. ലിവിനിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്.
അത് ഇഷ്ടംപോലെ, അതാണ് ഞാൻ പറയണത്. വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല പ്രശ്നം. ക്ലോസ് ക്വാർട്ടേഴ്സ് വളരെ അടുത്ത് പെരുമാറുമ്പോ നമ്മുടെ സത്യങ്ങളും പൊരുത്തക്കേടുകളൊക്കെ മുളച്ചു നിൽക്കും. അത് എനിക്ക് തോന്നുന്നത് ഒരു സൗഹൃദം വേർപിരിയുന്നത് പോലെയുള്ള പ്രാധാന്യം കൊടുത്താൽ മതി എന്നാണോ ഗൂഗിൾ കണക്കാക്കുന്നത്? എന്തിനാ പിരിയണേ? നമ്മൾ കാണുന്ന എല്ലാവരും നമ്മൾ അവസാനം വെച്ച് സുഹൃത്ത് ബന്ധങ്ങൾ ആരെങ്കിലും പിരിയുന്നുണ്ടാവും. നമ്മൾ കാണുന്ന ഒരു ജീവിതത്തിൽ കാണുന്ന ആൾക്കാരെല്ലാം നമുക്ക് വേണ്ട ആൾക്കാർ. ഗൂഗിൾ പറയുന്നത് ലിവിങ് ടുഗദർ ആണെങ്കിലും പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും സുഹൃത്ത് ബന്ധമാണ്, എന്തിനും പിരിയേണ്ട ആവശ്യമില്ല. നമുക്ക് മാറ്റാനുള്ളത് നമ്മളെ മാത്രമാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വലിയ പെർസെപ്ഷൻ ഒരു സ്ത്രീയുടെ ഡൊമിനൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുടുംബത്തിന്റെ സാഹചര്യം നിലവിലില്ലാത്തതാണ് കാരണമെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? ദമ്പതി എന്താർത്ഥം? രണ്ടുപേര് പതി തന്നെയാണ്. അപ്പൊ ഡോമിനൻസിന്റെ പ്രശ്നമല്ല. രണ്ടുപേർക്കും പോർട്ട്ഫോളിയോ ഉണ്ട്, ദൈവമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് ചില ട്രേറ്റ്സ്. അത് രണ്ടുപേരും അവസരോചിതമായിട്ട് അവനവനാൽ കഴിയുന്ന രീതിയിൽ ആരും പറഞ്ഞു കൊടുക്കണ്ട. സ്ത്രീ കിച്ചണിൽ ഇരിക്കുന്നതാണെന്നൊന്നും പറഞ്ഞു കൊടുക്കണ്ട. തോന്നുകയാണെങ്കിൽ ചെയ്യാ. എനിക്ക് കിച്ചണിൽ കയറാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കയറും. നമ്മൾ എത്ര പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും അവരിൽ നിന്നൊക്കെ ഇപ്പൊ നുർബിന റഷീദ് പ്രൈവറ്റ് ടോക്കിൽ പറഞ്ഞെന്താ വെച്ചാൽ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാ ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അതിൽ അഭിമാനം കൊള്ളുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ പറയണെന്താന്ന് വെച്ചാൽ പൊതുവേദിയിലൊക്കെ പറയാറുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ എന്റെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് എന്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും എന്റെ മദേഴ്സ് പാരന്റ്സിനും ഹസ്ബൻഡിന്റെ പാരന്റ്സിനും വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, അതൊന്നും ബാക്കിയെല്ലാം ജോലിയും ചെയ്യുന്നുണ്ട്. നന്നായി അനുഭവിക്കുന്ന, നന്നായി പാചകം ചെയ്യുന്ന, വീട്ടിൽ സ്ഥിരം ഭക്ഷണം വെക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളുടെ ഡ്യൂട്ടിയായി മാറുകയും ഇത് ഹയറാർക്കലി സ്ത്രീ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെയ്യണമെന്ന് പറയുന്ന ഒരു വ്യൂ നിലനിൽക്കുന്നിടത്ത് ഇപ്പൊ റുബീന പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്നറിയോ? ചിലപ്പോ താല്പര്യമുള്ളവർ ചെയ്യാം, താല്പര്യമില്ലാത്ത ആൾക്കാർ ഗോകുലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേരത്തെ റുബീന പറഞ്ഞതുപോലെ അടുക്കള സംതൃപ്തിയുള്ള ഭാര്യമാരാണെങ്കിൽ പുരുഷന്മാർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. പണ്ടൊക്കെ പറയുമായിരുന്നു അടുക്കളയിൽ കയറരുത് മോനെ, അടുക്കളയിൽ കയറരുതെന്ന് പറയും. എന്റെ അമ്മയും അമ്മമ്മയൊക്കെ പറയാറുണ്ട്, ആൺകുട്ടികൾ അടുക്കളയിൽ കയറാൻ പാടില്ല. അപ്പൊ ഞാനതൊക്കെ അന്നൊക്കെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബോംബെയിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ കയറേണ്ടി വന്നു. ഇപ്പൊ എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ല. അപ്പൊ ഗോകുൽ ഇത് കൃത്യമാണ് മറുപടി പറയേണ്ടത് ഗോകുലിന്റെ ഭാര്യയായിരിക്കും. ഗോകുല് സൺഡേ കിച്ചണിൽ ചിലവാക്കുന്നില്ല, സ്പെൻഡ് ചെയ്യുന്നില്ല. ഇല്ല, ബിക്കോസ് ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. പറയാറുണ്ട് ഐ ടെൽ ഓക്കെ പറ്റുമെങ്കിൽ വരിക, ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് മാഡം പറഞ്ഞ കണക്ക് ഐ അഗ്രി വിത്ത് യുവർ ഇത്. എനിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യണല്ലോ, വിൽ നെവർ ഫീൽ ടയേർഡ്. ഈ സ്ത്രീകൾക്കല്ല ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പുരുഷന് വെച്ചു കൊടുക്കാനാവുന്നത് എങ്ങനെയാ? വേറെ അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം വേ ടു മാൻസ് ഹാർട്ട് ഇസ് ത്രൂ സ്റ്റമക്ക്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. ഈ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് മനസ്സിന്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ ഇങ്ങനെ ഇഷ്ടപ്പെടണം, അയാൾ ഈ ഹൈറാർക്കി ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഫാന്റസീസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറയാം, ഞാൻ 100% ഉറപ്പിച്ച് പറയാം, എനിക്ക് ഒരു വ്യക്തിനെ മാത്രം ജീവിതകാലം മുഴുവൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ ആൾക്കാർ പറയും ഞാൻ ഇവരെ മാത്രം അങ്ങനെയല്ല, പറ്റും. ഇത് പറയാൻ പറ്റണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇങ്ങനെ പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും ഭക്ഷണം വെച്ച് കൊടുക്കണേ. നോട്ട് ഓൺലി ബിക്കോസ് ഐ ലവ് ഹിം. See, love is different, attachment is different. When you come to attachment എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കരച്ചിലേത് കിട്ടുള്ളൂ. അത് attachment towards the kids, whoever it is, right? When you love, you don't expect anything from them. ഒരു അറ്റാച്ച്മെന്റ് വെക്കല്ലേ. അപ്പോൾ അറ്റാച്ച്മെന്റ് വെക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം ഹസ്ബൻഡ് ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഗോകുൽ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഐ ഡു അണ്ടർസ്റ്റാൻഡ് ഹിസ് വേറെ ഇത്. എനിക്ക് പ്രശ്നമില്ല ബിക്കോസ് ഐ ഹാവ് നോ അറ്റാച്ച്മെന്റ്, നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ദാറ്റ് ഹി ഹാസ് ടു ഡു ദിസ് ഫോർ മീ. ഐ ഡു മൈ വർക്ക്. എൻ്റെ പണി ഞാൻ കറക്റ്റ് ചെയ്ത പോയാൽ എനിക്കറിയാം ഐ എം സെൻഡിങ് എ പോസിറ്റീവ് സിഗ്നൽ ടു ഹിം. ഐ എം നോട്ട് ക്രിബിങ്, സിറ്റിംഗ് ആൻഡ് ക്രിബിങ് ഓവർ ഹിയർ. എൻ്റെ ഭർത്താവ് എന്നെ നോക്കില്ല, ഇതില്ല. പറഞ്ഞ പോലെ ലെറ്റസ് ആ ലേസിനെസ് ചിലപ്പം നമ്മൾ പെമ്പിള്ളേർ മാറ്റണം. എന്തറിയാമോ, അത് ഒരു കാരണമെന്ന് എനിക്ക് തോന്നും. ബിക്കോസ് ഐ ബീങ് എ ഡെന്റിസ്റ്റ്, ഞാൻ 10-15 വർഷം മുമ്പേ പ്രാക്ടീസ് ചെയ്തതും ഇപ്പത്തെ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് സ്ഥലത്ത് ചെയ്ത് വന്നപ്പം ഒരു അമ്മ, ഒരു സ്ത്രീ അറിയാം കൊടുക്കാത്ത, ഒരു കുട്ടികളുടെ കെയർ കൊടുക്കാത്ത ഞാൻ അതിന്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. 10-15 years ബാക്ക് വെൻ ഐ പാസ്ഡ് ഔട്ട്, അന്ന് തൊട്ട് ഇന്നൊരു ക്ലിനിക്കൽ പ്രാക്ടീസ് ആണ് കേട്ടോ. ഞാൻ പേഷ്യൻസ് നോക്കുക, കുട്ടികള് 3 years old കിഡിന് ഞാൻ DK കണ്ടിട്ടില്ലായിരുന്നു അന്ന് ഞാൻ പഠിക്കുന്ന കാലത്തും ഇതെല്ലാം. പക്ഷെ ഇന്ന്
പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഐ എം സീയിങ് 2.5, 3 years old kid യെസ്. കൊണ്ടുവരണം വിത്ത് സ്വെല്ലിംഗ്. കാരണം ചോക്ലേറ്റ്സ് അന്ന് ഉണ്ടായിരുന്നില്ല, നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ That is not only chocolates. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന നമുക്ക് സാധനങ്ങളൊക്കെ പറയണത് പല്ലിൽ നിന്ന് പല്ലിറുമല്ലേക്ക് പല്ല് മാത്രമല്ല, നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന, അപ്പൊ ഞാൻ പറയാം, എന്റെ അടുത്ത് ഇപ്പൊ നുർബീന റഷീദ് ഇരിക്കുന്നുണ്ട്, ഇവർക്ക് വരുന്ന ഇവരുടെ കംഫർട്ടും കൂടി എന്റെ പ്രാധാന്യമാണ്. സ്നേഹം എന്ന് പറയുന്ന സാധനം എന്റെ കുട്ടിയെ, എന്റെ രക്തത്തിൽ പറഞ്ഞ എന്റെ കുട്ടിയെ മാത്രം സ്നേഹിക്കൽ മാത്രമൊന്നല്ല സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്നറിയോ? എന്റെ കുട്ടി നാളെ എന്നെ നോക്കണം എന്ന് പറയുന്ന അവിടെ നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് ഇതേ ഞാൻ ഇന്ന് വളരെ നല്ലതെന്ന് പറയുന്നത് നാളെ പല കേസസിൽ എന്തെന്ന് പറയും, ഇന്ന് ഞങ്ങൾ ഭയങ്കര സ്നേഹമെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പറയും സ്നേഹമാണ്, ഓക്കെ. അത് കഴിഞ്ഞൊരു 5 കൊല്ലം കഴിഞ്ഞ ആൾക്കാരെന്താ പറയുമോ, ഞാൻ എൻ്റെ ജീവിതം, ഇത് സ്റ്റാൻഡ് മാറുമ്പോൾ മാറിപ്പോകുന്ന ഒന്നല്ല സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സ്വാർത്ഥരായിട്ട് പലപ്പോഴും കാണുന്നു. ഇപ്പോൾ സ്ത്രീ ആയാലും ഇപ്പോൾ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻസ് കണ്ടമാനം ഉയർന്നൊരു കാലഘട്ടത്തിലാണ് ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത് പുരുഷനേക്കാൾ ശക്തരാണ് സ്ത്രീകളെന്ന് തെളിയിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അതിനേക്കാൾ നമ്മൾ പലപ്പോഴും ശ്രമിക്കേണ്ടത് തുല്യരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉയർന്നു എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തും. അതായത് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഇത്തരത്തിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് ആയിട്ടാണ് പലപ്പോഴും ഇത് സാധനം വരുന്നത്. നമ്മൾ ചർച്ച ചെയ്യണ വെച്ചാൽ ബന്ധങ്ങളിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആവുന്നത്, എനിക്ക് ഏറ്റവും സ്വതന്ത്രമായിട്ട് എന്തും പറയാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ബന്ധങ്ങൾ മാറുന്നിടത്താണ് എന്ത് ചെയ്യുക, ആ ബന്ധം നിലനിൽക്കുള്ളൂ. അല്ല, അപ്പോഴും നമ്മുടെ ചോദ്യം ഇതാണ്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ദാമ്പത്യം തകരാനുള്ള കാരണമെന്ന് ചിലർ പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാര്യം പ്രണയത്തിൽ ഈ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ. പ്രണയം എന്ന് പറഞ്ഞ അരുണ, ഈ പ്രണയം എന്ന് പറയുന്ന ഇൻറ്റിമസി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് 3 things. 1 ഇൻറ്റിമസി, 2 പാഷൻ ആൻഡ് 3 കമ്മിറ്റ്മെന്റ്. ഇതിലേതെങ്കിലും ഒന്നിന്റെ കുറവോ അല്ലെങ്കിൽ 2 കുറവോ ഞാൻ നേരത്തെ പറഞ്ഞ ട്രയാങ്കുലേഷനിലേക്ക് കൊണ്ടുപോകും. ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടൊരു ഇഷ്ടം മാത്രമാണ്. പാഷൻ കൊണ്ട് പറഞ്ഞാൽ ശരീരം കൊണ്ടുള്ള ഇഷ്ടം. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരാൾ മാത്രം മതി എന്നുള്ള ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. ഇത് 3 ഒരുമിച്ച് പോകുന്നതിനാണ് ഇൻറ്റിമസി. പ്രേമം എന്ന് പറയുന്ന വിവാഹത്തിന് മുമ്പും പ്രണയം എന്ന് പറയുന്ന വിവാഹത്തിന് ശേഷമുള്ള കോൺസെപ്റ്റിനാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റിമസി എന്ന് പറയുന്ന പ്രണയം എന്ന് പറയുന്നത് ഈ ട്രയാങ്കുലർ ലവ്, സ്റ്റേൺസ്ബർഗ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ ഈ ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഇത് 3 ഒരുമിച്ച് പോകുന്നിടത്താണ് ഈ വിവാഹം കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ വിവാഹമോചനങ്ങൾ നടക്കുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ്. മാമിന്റെ കാര്യം, മാമിന് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കാം മാം പറയുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക്. ചിലപ്പോൾ ഇന്ന് ലോകത്ത് സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും ഇന്ന് ലോകത്തില്ല. പക്ഷെ ഇത് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള കോടതികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും. കോടതി എന്നുള്ളതല്ല, നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവണമെന്നുണ്ട്. എന്ത് വേണം? ഈ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന, ഇത് ഇയാളുടെ സ്റ്റാൻഡ്. ഞാൻ ഇയാൾ പറയുന്നത് എന്ത് ചെയ്യുന്നു പൂർണ്ണമായും തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിച്ച കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ശരി തെറ്റുകൾ ആപേക്ഷിക്കുകയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് എന്നെ മനസ്സിലാക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അത് മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത്. ഇപ്പം എൻ്റെ വൈഫിന് എന്നെ പറ്റുന്നില്ല. അത് നമ്മൾ എത്തുന്നത് 3ാമതൊരു ഇടത്തിലേക്ക്. നമ്മുടെ വിഷമങ്ങളൊക്കെ ഞാനായി കേൾക്കാനുള്ള ഒരിടം ഐ ആം മിസ്സിങ് ഇൻ ദിസ് റിലേഷൻ. സോ എനിക്കതാ അതുപോലെ കേൾക്കുന്ന ഒരാൾ വേണമെന്ന് പറയുന്ന കേസുകൾ ഒരുപാട് കൂടുതലാണ്. വിവാഹമോചന നമ്മുടെ അടുത്തൊക്കെ വരുന്ന കേസുകളിൽ ഒരുപാട് കൂടുതലാണ് ഇത്തരത്തിലുള്ളത്. സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ പുരോഗതി പ്രാപിച്ചതിന്റെ ഫലമായിട്ടാണ് കൂടുതലായിട്ടും വിവാഹമോചനങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ത്രീയല്ലേ? അന്നത്തെ സ്ത്രീ കുറെ കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്ത്രീ എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ സഹിക്കുന്നില്ല. അവർ കുറെ കാര്യങ്ങൾ അറിയാം, അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പം ആ വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് അവരുടെ സ്ത്രീത്വത്തിലൊരു വ്യത്യാസം വരുത്തുന്നതാണ് എൻ്റെ ചോദ്യം. 2ാമത്തെ ചോദ്യം, ഒരു ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കുക അല്ലെങ്കിൽ അതിനെ തെരഞ്ഞുപിടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ് ഈ വിവാഹബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ചോദ്യം, ഒരു പുരുഷൻ ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഒരു കല്യാണം കഴിഞ്ഞ പുരുഷനാണെങ്കിൽ എപ്പോഴും പെണ്ണിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുമ്പം അവരെ പാരൻസ് പറയും അവൻ പെൺകോന്തനാണ്. ഇനി അതല്ല, പാരൻസ് പറയുന്നത് കേട്ടിട്ട് ഇയാൾ നിൽക്കുകയാണെങ്കിൽ ഈ പെണ്ണ് പറയും, ഈ സ്ത്രീ പറയും, അല്ലെങ്കിൽ ഭാര്യ പറയും അമ്മക്കോന്തനാണെന്ന് പറയും. അങ്ങനെയല്ല, നട്ടലില്ലാത്തവനാണെന്ന് പറയും. അപ്പം ഇതില് എന്താണ് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അല്ല, ഇങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും ഈ സംഘടനയിലെ ഏതെങ്കിലും അംഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി നിങ്ങളുടെ സംഘടനയിൽ വരാറുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. കോൺഫ്ലിക്ട്സ് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഉണ്ടാവാറുണ്ട്. അതിൽ ഇടയിൽ പെടുന്ന പുരുഷന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതേ പല ഭാര്യ വീട്ടിൽ നിന്നുള്ള ഇന്റർഫറൻസ്, ഇതൊന്നും 2 പേരെ ഒറ്റയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സോൾവ് ആയി പോകുന്ന. പലപ്പോഴും ഈ പുരുഷനൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്നൊരു ഘട്ടം ഉണ്ടാവുന്നുണ്ടോ? ഒരു ഭാഗത്ത് വീട്ടുകാരും മറുഭാഗത്ത് ഭാര്യയും നിൽക്കുന്ന സാഹചര്യങ്ങളിൽ
ഒരു പോയിന്റിൽ എത്തുമ്പോഴേ പിന്നെ അതൊരു യുദ്ധമായി മാറും. പിന്നെ ലോജിക്കൊന്നും അല്ല വർക്ക് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാതാപിതാക്കളാണെങ്കിൽ അവരെ വിടുക. കുറച്ച് രണ്ട് ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം തന്നെ, കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ്, അവർ ആശയവിനിമയത്തിൻ്റെ ഇത് കുറവുണ്ടാവാറുണ്ട്. ഇത് പിന്നെ അതിലൂടെ അത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആശയവിനിമയം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാം. അതിനൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും പാരൻസ് ഇതിൽ യുക്തിസഹമായിട്ടാണ് ഇടപെടേണ്ടത്. ഇതിന്റെ സൊല്യൂഷൻ ചെറുപ്പത്തിലെ വാല്യൂസ് കൊടുത്ത് വളർത്താൻ പറ്റണം. അതിന് പാരന്റ്സ് തന്നെയാണ് മുൻകൈ എടുക്കണത്. ആർക്കും സമയമില്ല. കുട്ടികൾക്ക് ബ്രൈബായിട്ട് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവര് 14 മണിക്കൂർ പണിയെടുക്കുക ചെയ്യുന്നത്. അതിന് ഇപ്പോൾ ഉള്ള ഒരു സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് സ്കൂളിലേക്ക് തന്നെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ബാലൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, കെയറിങ്ങും ഷെയറിങ്ങും ഒക്കെ. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുന്നതിൽ വൈമനസ്യമുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നതെന്ന് കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വരും. വിവാഹം സ്വർഗത്തിൽ നടക്കുകയും വിവാഹമോചന കേസുകൾ ഫാമിലി കോടതിയിൽ തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹം. ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നായി കേരളം മാറുമ്പോൾ കാരണമെന്തെന്ന് അന്വേഷിക്കുകയാണ് കേരള സമിറ്റ്. താങ്കൾ ഭാവി വരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന സ്വഭാവം എന്താണ്? ഒരു വിവാഹമോചനം ഒഴിവാക്കാൻ താങ്കൾ എന്തൊക്കെ ചെയ്യും? ഒരു പക്ഷേ ഒരു വരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലുപരി നമ്മൾ ചെന്ന് കയറുന്ന ആ വീട്ടിൽ നിന്നാവും പ്രതീക്ഷിക്കുന്നത്. മാരേജ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും അവിടെ രണ്ടുപേര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ പുരുഷന്റെ ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഡോമിനൻസ് വരുമ്പോഴാണ് അവിടെ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. വീട്ടിൽ അടങ്ങിയൊരുങ്ങി ജീവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ മതി. ഇപ്പം എൻ്റെ പുരുഷൻ എൻ്റെ സോഷ്യൽ മീഡിയത്തിൽ ഒരു പാസ്വേഡ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ ഞാൻ ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ള ഇത് കൊണ്ടാണ് അദ്ദേഹം എൻ്റെ പാസ്വേഡോ അല്ലെങ്കിൽ എന്ത് വേണം ചോദിക്കാം. അതേപോലെ തന്നെ എനിക്കും ചോദിക്കാം. എനിക്കും അദ്ദേഹത്തിൻ്റെ ഫോണും എന്ത് കാര്യങ്ങളും അറിയാം. പരസ്പരം എല്ലാം ഷെയർ ചെയ്ത് ജീവിക്കണം. അപ്പം തന്നെ അതൊരു നല്ല കുടുംബജീവിതമായി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റൊരു പുരുഷനോട് താല്പര്യം തോന്നിയാൽ അത് ഭർത്താവിനോട് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുമോ? കാണിക്കും. ബിക്കോസ് അങ്ങനെ പുരുഷൻ തോന്നുന്നത് എന്തായിരിക്കും അവസ്ഥ അയാളുടെ? ഒരു പ്രശ്നവുമില്ല, ഞാനത് സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്യും. ഞങ്ങൾ അങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് വരേണ്ട ആവശ്യമില്ല. ഈ ട്രയാങ്കുലേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ടീച്ചർ, അങ്ങനെ ട്രയാങ്കുലേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് എത്രമാത്രം ശരിയാണ്? രണ്ട് വ്യക്തികളാണ്. രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തി ഓരോ പ്രപഞ്ച. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല മറ്റൊരാളുടെ വളർച്ചയെ തടയാനോ തടസ്സപ്പെടുത്താനോ അല്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പറയുന്ന രീതിയിലേക്കൊന്നുമില്ല. ഇതാണെന്ന് പറയണുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുമല്ലോ, കണ്ണടച്ചിട്ട് പാല് കുടിക്കുന്ന രീതിയിലേക്കുള്ളൊരു സമീപനമാണെന്നാണ് സ്റ്റഡീസ് വെച്ച് ഞാൻ പറയുന്നത്. കാരണം ഇൻഡിവിജ്വൽ ആയിട്ടല്ല. ഇൻഡിവിജ്വൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ആ ഇഷ്ടം നമുക്ക് നിലനിർത്താം, അങ്ങനെ പോവാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, വഴക്കുകൾ ഉണ്ടാവുന്നു, ഈ വഴക്കുകൾ പരിഹരിക്കപ്പെടുന്നു, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കപട സാമൂഹ്യ ജീവിതമാണ് നമ്മൾ നയിക്കുക. അല്ലെങ്കിൽ എന്തിനാണ് ആൾക്കാർ ഈ മൊബൈൽ ഫോണിൻ്റെ അകത്തൊക്കെ അങ്ങനെ പാസ്വേഡ് വെച്ച് പോകുന്നത്? ഇവിടുത്തെ ഈ പറയണ അങ്ങനെ പറയാത്ത എന്നെ പോലെയുള്ള വളരെ ചുരുക്കം ചില ആൾക്കാരൊന്നും അല്ല. ഞാനൊക്കെ പരസ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പറയുന്ന സാധനം പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ മൊബൈൽ ഫോൺ നിങ്ങളൊക്കെ ഒരുപാട് ഫോൾഡേഴ്സിൻ്റെ അകത്ത് പല സാധനം ഉണ്ടാവും. എന്നിട്ടാണ് ഇവർ പറയുക എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഈ കപടതയെ ആദ്യം എതിർക്കുകയും. ഹബീബ നോക്കൂ, നമ്മൾ ഈ കുട്ടി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഐഡിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരുടെ സമൂഹം ഉയർന്നു വരുന്നു എന്ന് താങ്കൾക്ക് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കുമോ? ഉദാഹരണത്തിന് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരൊരിക്കലും എൻ്റെ ഇങ്ങനെയുള്ള എനിക്ക് ഫാമിലി മാത്രം മതി എന്നൊന്നല്ല. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഷുഡ് ബി എ ജെന്റിൽമാൻ, ഹി ഷുഡ് ഹാവ് പിന്നെ ആളുകളുടെ മുമ്പിൽ പ്രസന്റബിൾ ആയിരിക്കണം, സോഷ്യൽ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന നല്ല കോൺസെപ്റ്റ് ഇപ്പോഴത്തെ പെൺകുട്ടികളുണ്ട്. ഈ കോൺസെപ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു വശത്തിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായും അവരോട് അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് അതേപോലെ മനസ്സിലാക്കാൻ എൻ്റെ പാർട്ട്ണർക്ക് പറ്റുന്നില്ല. ഇയാൾ എവിടെ നിന്ന് വന്ന ആളാ, ഇയാൾ ഇത്രയും പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ, ഇയാൾ ബിടെക് ഗ്രാജുവേറ്റ് ആയിട്ട് എന്താ എന്ന് പറയുന്ന സംഗതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. വിട്ടുവീഴ്ചക്ക് ആരും തയ്യാറാവുന്നില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവുന്നില്ല. അതാണ് ഒരു കാരണം. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ജുഡീഷ്യറിയും കൗൺസിലിംഗ് അതുപോലെ ഫാമിലി കോർട്സും ഒക്കെ കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്താക്കുന്നത്, ഡിവോഴ്സ് കൂടുന്നുണ്ട് ചെറിയ നിസ്സാര പ്രശ്നത്തിന്. അപ്പം എന്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആളുകൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരെ മാക്സിമം ഇപ്പോഴത്തെ ഒരു ഇത് കുറഞ്ഞ് നോക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ അവരെ പിരിയിപ്പിക്കാനല്ലേ നോക്കണ്ടേ, അടുപ്പിക്കണം. പക്ഷെ പല കേസിലും എന്താണെന്ന് വെച്ചാൽ
അവർ പിരിയുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പൊ അതിന് കൗൺസിലിംഗ് സെന്റേഴ്സ് ഒരിക്കലും അവരെ പിരിയിപ്പിക്കാനല്ല നോക്കുക, അടിപ്പിക്കാൻ തന്നെ നോക്കുക. അതിന്റെ കൂടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ വാല്യൂ എഡ്യൂക്കേഷൻ പറഞ്ഞു, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പറഞ്ഞു. എനിക്കിതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഉദാഹരണത്തിന് നമ്മളെല്ലാം പഠിച്ച് ഒരു 6 months നമുക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഡിഗ്രി നമുക്ക് കിട്ടണമെങ്കിൽ കമ്പൾസറി സോഷ്യൽ വർക്ക് നമ്മൾ ചെയ്യണം. അങ്ങനെ നമുക്ക് ഡിഗ്രി കൗൺസിലിംഗിന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ മല്ലിക ടീച്ചർ ചർച്ചയ്ക്ക് എടുക്കണമെന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നമാണ് രണ്ടുപേരും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ അസംതൃപ്തിയോ അതിലുള്ള ഫോർമുല തെറ്റുന്നതോ പലപ്പോഴും വിവാഹ ബന്ധങ്ങൾക്ക് ഒരു കാരണമാകാറുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന്. ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പൂർണ്ണ തലത്തിൽ എത്താറില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണോ നിങ്ങളുടെ കേസുകളിൽ? എത്ര ശതമാനം ഉണ്ടാവും ഡോക്ടർ? ശതമാനം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്രോക്സ് അതുണ്ട്. സെക്സ് ഇസ് എ ഫാക്ടർ. 10 മുകളിൽ പോകില്ലല്ലോ. അങ്ങനെ എനിക്കൊന്ന് കേസുകളിൽ നിങ്ങളുടെ കേസുകളിൽ സെക്സ് ഒരു ഫാക്ടർ എന്നേ ഉള്ളൂ. അത് മിസ്റ്റർ ഗോകുൽ പറഞ്ഞതുപോലെ അത്ര വലിയ ഇതൊന്നും അല്ല, പക്ഷെ മേജർ ഇഷ്യൂ അല്ല. പക്ഷെ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷനും വേണം കേട്ടോ. ആദ്യം ഇന്റിമസിയും റെസ്പെക്റ്റും ഒക്കെയാണ് ആദ്യം വേണ്ടത്. സെക്സ് ഒക്കെ പിന്നെ അത് തനിയെ ശരിയാവുന്ന കാര്യങ്ങളാണ്. ഫാദർ ഇത്രയും സമഗ്രമായ രീതിയിൽ അതിനെ മനസ്സിലാക്കിയെടുക്കുന്ന കുടുംബങ്ങളിൽ ഈ ഡിവോഴ്സിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യങ്ങളിൽ പല ഫാക്ടേഴ്സിൽ ഒന്നിതാണ്. അത് നേരെയായിട്ടുള്ള കുടുംബങ്ങളിൽ ഒരുപാട് ഇതിനകത്ത് വ്യത്യാസം വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. നല്ല ബന്ധങ്ങൾ ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ സുഖം. കാരണം എന്താ വെച്ചാൽ അത്തരത്തിലേക്ക് ലെയറിലുള്ള കുറച്ച് പേര് ഇവിടെ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് പറയാം. പക്ഷെ ബഹുഭൂരിപക്ഷ ഇടങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഇത്തരം ബന്ധങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെടുകയും. എക്സാമ്പിൾ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ബന്ധം വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 4 മാസത്തിൽ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൂ. അതുവരെ 10 വർഷം നല്ല ഉലഞ്ഞു തന്നെയാണ് ഇരുന്നിരുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിളോ ഇത് കാവ്യഭാവനയൊന്നും അല്ല, ഇത് മാഡത്തിന്റെ ആ ലെയറിൽ ഇറക്കി വെച്ചിട്ട് ദൈവം ഇറക്കി വെച്ചിട്ടുള്ളതല്ല. ഞങ്ങൾ 10 കൊല്ലം നല്ലോണം ഫൈറ്റ് ചെയ്തിട്ടും നല്ലോണം വിഷമിച്ചിട്ടും നോക്ക്. ഞങ്ങൾക്ക് 2 പേർക്കും സെക്കൻഡ് മാരേജ് ആണ്. ആദ്യത്തെ മാരേജിൽ പറ്റാത്തത് ഞങ്ങൾക്ക് ഈ മാരേജിൽ പറ്റിയെന്ന് പറയാം. 10 വർഷം എടുത്തു. എപ്പോഴും രണ്ടാം വിവാഹമാണ് എൻഡ്യൂറിംഗ് ആയിട്ടുള്ള മാരേജ് എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോഴേക്കും ഒരുമാതിരി റഫ് എഡ്ജസ് ഒക്കെ നമ്മൾ ഒരഞ്ഞ് പറഞ്ഞിട്ടുള്ളൂ. കാരണം അഡ്ജസ്റ്റ്മെന്റ് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അത് സ്ത്രീകൾക്ക് ഒരുപാട് കടമകളും പുരുഷന്മാർക്കും ഒരുപാട് കടമകളുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സ്പേസ് ആണ്, അതായത് അവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്പേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും തകരില്ല. ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ വിവാഹമോചനത്തിൽ പോവേണ്ടി വരില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പ്രണയങ്ങളിലും തകരാറ് പറ്റുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ വിശ്വാസങ്ങളും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള പ്രണയങ്ങളും ഒരുപാടുണ്ട്. മനസ്സിലാക്കിക്കൊണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അയ്യോ, അപ്പൊ പ്രേമ വിവാഹം ഉണ്ടായാൽ ഇത് സംഭവിക്കില്ല എന്നാണോ പറയുന്നത്? ആണോ? പ്രേമിച്ച് എത്രയോ ദമ്പതികൾ എന്റെ മുന്നിൽ എന്റെ മനസ്സിൽ കാണാം. ഞാൻ ഒരു ദിവസം ചുരുങ്ങിയത് 2, 3, 4 ആൾക്കാർ എൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. കേസിന് വേണ്ടി മാത്രമല്ല, എത്രയോ പ്രണയിച്ച ദമ്പതികൾ ഒന്നിച്ചിരുന്നതിന് ഞങ്ങൾക്ക് ഇത് വേണ്ട മാഡം, എനിക്ക് മതിയായി. അപ്പോൾ പ്രേമ വിവാഹം കൊണ്ട് വിവാഹമോചനം ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പാരന്റ്സ് ആർ ദ റോൾ മോഡൽസ് ഓഫ് ദ ചിൽഡ്രൻ. ഡിവോഴ്സിന് തൊട്ട് മുമ്പ് വരെ വളരെ പ്രണയത്തിൽ കഴിഞ്ഞിരുന്ന 2 പേർ ഡിവോഴ്സിന് ശേഷം ശത്രുക്കളായി തീരുന്നതിന്റെ ലോജിക്കുന്നത് അത് ഇപ്പോഴും അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാ. ഗോകുലെ, ഒരു നിശ്ചിത കാലം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും? ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അവര് അപ്പോഴേക്കും ക്രിമിനൽ കേസ് ഇട്ടു, അടിച്ചു മണ്ണെണ്ണ ഒഴിക്കാൻ പോയി, കുട്ടീനെ വരെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് അമ്മേനെ അച്ഛനെയും വരെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ പോലും ഞാൻ പറഞ്ഞു അവരുടെ അറസ്റ്റിന് മുമ്പ് നമുക്ക് ചാൻസ് ഉണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോഴും എൻ്റെ മനസ്സ് ഓപ്പണൊക്കെ ആയിരുന്നു, പക്ഷേ നമുക്ക് എവിടെയെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുമ്പ് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറ്റില്ല. After the divorce, did you give sufficient time for a reunion? They had given time. I was there in the ഋഷികേശിലായിരുന്നപ്പോൾ I think 1 year. അത് കഴിഞ്ഞിട്ട് 6 months കോടതി ഇത് തരുമല്ലോ. He didn't. You tried continuously. Yeah, like it was very much open. അവര് അച്ഛൻ നല്ലതാ. ഓക്കെ, അവര് അച്ഛന് സ്റ്റിൽ ഇപ്പം നല്ലതന്നെ ഉള്ള സത്യം പറയാലോ. അതാണ് ഞാൻ അനുഭവിച്ചത്. ഞാൻ ആരും കുറ്റം പെടുത്തല്ല. പക്ഷെ എന്താ ചെയ്യാ, നോ വൺ വാസ് സപ്പോർട്ടിങ് ഹിം. ബേസിക്കലി അവിടെ വന്നത് പാരന്റ്സ്, മദറും. ഇത് ഞാൻ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ മദർ ഇൻ ലോ പ്രോബ്ലം ഇതായിട്ട് എടുക്കണ്ട. ഐ വാസ് അനലൈസിങ്. ഈവൻ അനിയനും ഒരു സിസ്റ്ററും
അവിടെ നോക്കിയോ ഇത്രയും പേരാണ് ആളെ ജീവിതം ആക്ച്വലി പോയി കിട്ടിയത്. ഇന്റർഫിയർ ചെയ്തിട്ട് Interference. അയാൾക്ക് ഒരു I ഇൻഡിപെൻഡന്റ് would ഡിസിഷൻ really എടുക്കാൻ say that. പറ്റില്ല. Please don't interfere എന്നാ പറയുന്നത്. ചില കാര്യം നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇതിലായിരുന്നു. പക്ഷെ ആ ഡിസ്റ്റൻസ് ഇരുന്ന് ഹി വാസ് സ്റ്റേയിങ് ഇൻ ഓസ്ട്രേലിയ. എന്നെ ഒന്ന് പോവാൻ വിട്ടിരുന്നെങ്കിൽ കൂടെ മെനി പ്രോബ്ലംസ് വുഡ് ഹാവ് സോൾവ്. ഈവൻ അവരുടെ ഫാമിലി അത്രയും ഹെൽപ്പ് രണ്ടുപേരും ഇതുമായിരിക്കും. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെയില്ലായിരുന്നു. ആ മദറിലോ എന്ത് ചെയ്യും, ഫോൺ എടുക്കും, ഷീ ഗോസ് ടോക്സ്. പിന്നെയാണ് എൻ്റെ അടുത്ത് അപ്പൊ എന്നിട്ട് എൻ്റെ അടുത്ത് പറയും വേഗം വേഗം തീർക്ക് പൈസയാവും. ശരിക്കും ഇതാ നടന്നത്. എനിക്ക് സംസാരിക്കാൻ കൂടെ പറ്റിയില്ല. ലേഖന ഒരു ക്യാഷ് കൗ ആയിട്ട് അവർ വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഇങ്ങനെ വളരെ വൈകാരികമായ ഒരു സാധനം സ്ഥാപിക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇത്തരത്തിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ഉണ്ടെന്നും ആ ഇഷ്യൂസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് കഴിച്ച വിവാഹത്തിന്റെ സമ്പ്രദായത്തിലല്ല നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. ആ ചട്ടക്കൂടുന്ന് മാറി ആ കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം വരുത്തിയ കുടുംബത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കുടുംബ സംവിധാനം നിലനിൽക്കുന്നില്ല. ഒരുപാട് തരത്തിലേക്ക് പരസ്പരം മാറുകയും അനുഭവങ്ങൾ മാറ്റുകയും അപ്പൊ ആ രീതിയിലേക്കുള്ള ചേഞ്ചസ് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലും സ്റ്റാറ്റിക് ആയി നിന്നതല്ല. നമ്മൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന കുടുംബ സങ്കല്പത്തിൽ നിന്ന് 18-ാം നൂറ്റാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് പുരുഷന്മാർ ഭർത്താക്കന്മാരിലുള്ള ഒരു കുടുംബ സങ്കല്പം ഉണ്ടായിരുന്നു. അന്ന് ഒരു ഭർത്താവ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തേ ബാക്കി ഭർത്താക്കന്മാർ എന്ത് ചെയ്യും, 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന. അതേപോലെ നമ്മൾ മറ്റു ചില രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു ഭർത്താവിന് 4 ഭാര്യമാര് സുഖമായിട്ട് ജീവിക്കുന്ന ഇടങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ തീരുമാനിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരിതിനൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ പ്രതിഷേധങ്ങളുള്ളവർ എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, മാറി നിൽക്കുകയും മറ്റൊരു കുടുംബ സംവിധാനത്തിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. സൊസൈറ്റി ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ പന്തും തനിക്ക് തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന കുട്ടിയോടൊപ്പം ആരാണ് കളിക്കുക? യഥാർത്ഥത്തിൽ എല്ലാ വിവാഹ ബന്ധങ്ങളുടെ തകർച്ചയ്ക്കു പിന്നിലും ഓരോ കുട്ടിക്കും ഓരോ പന്ത് വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മൾ തന്നെയല്ലേ കാരണം? ആ നമ്മൾ തന്നെയല്ലേ ആ ദുരന്തത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി തീരുന്നതും? അങ്ങനെ ആവാതിരിക്കട്ടെ. വീണ്ടും എത്താം മറ്റൊരു അധ്യായത്തിൽ. അതുവരെ മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വിട പറയുന്നു.